ചെയ്യാവുന്ന പ്രാർത്ഥന അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അതിലൊന്നും തർക്കമില്ല. എന്താണിപ്പോ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവം? അതിനാണ് തർക്കമിരിക്കുന്നത്. അതിനാണ് മുജാഹിദിന്റെ നിർവചനം നമ്മൾ വായിച്ചത്. നിർവചനം വായിച്ചപ്പോ എന്റെ സുഹൃത്ത് കട്ടു എന്നൊക്കെ പറഞ്ഞതെങ്കിലും അത് മൂപ്പരുടെ ഒരു ആശ്വാസത്തിന് നല്ലതാണ് എന്നതല്ലാതെ അതിലൊന്നും അങ്ങനെയില്ല എന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഞാൻ ആ നിർവചനം ഒന്നുകൂടി വായിക്കുകയാണ്. രണ്ടിലുമുണ്ട് നിർവചനം. നിങ്ങൾ ആദ്യം 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നിർവചനമാണ് വായിക്കുന്നത്, പിന്നെ നമുക്ക് 4-ാം ക്ലാസ്സിലെത്തും വായിക്കാം. ഒക്കെ നിങ്ങൾ പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത്. എന്റെ അടുക്ക അനസുമോരി പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ പുസ്തകമൊക്കെ നന്നായി വായിച്ചു പഠിക്കണം. ഞങ്ങൾ വായിച്ചു പഠിക്കാറുണ്ട്, അങ്ങനെയാണ് നിങ്ങളെ പിടിച്ചു കെട്ടുന്നതും അതിനുവേണ്ടിയാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ 3-ാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17-ാമത്തെ പാഠം പ്രാർത്ഥന 46-ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇനി 4-ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നൊരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന. നിങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹി ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അതാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്, നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്നതാണ് ചോദ്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഈ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആള് മാറാം, ആദ്യത്തെ ആളാവാം, അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശിർക്കാണോ അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഏതായാലും നിങ്ങളെപ്പോലെയല്ല. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം പ്രമാണങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചത് ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ അത് ശിർക്കാണല്ലോ. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആ മലക്കോട്ടകളൊന്നും നടക്കുകയില്ല. ഹദീസ് എവിടെയാണുള്ളത്? ഒന്ന് പറഞ്ഞു തരാം. താരീഖു ദിമശ്ക്, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമശ്കിന്റെ 3-ാം വാള്യത്തിന്റെ താരീഖു ദിമശ്ക് ഇബ്നു അസാക്കിർ 47-ാം വാള്യത്തിന്റെ 493-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ശിർക്കാണെങ്കിൽ ആ കിതാബിൽ അത് ഉദ്ധരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥം ഉപയോഗിക്കുന്നത് ശിർക്ക് പറയാനല്ലല്ലോ. അത് തന്നെ മതിയല്ലോ തെളിവ്. ശിർക്കാണോ അല്ലേ എന്നതാണല്ലോ നമ്മുടെ ചർച്ച. അതോടുകൂടി പോയല്ലോ നിങ്ങളെ തെളിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഹദീസ് പഠിച്ചു വെക്കുക.